ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഷെഫിയാണ്. ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ലഞ്ച് ബോക്സിലാക്കിയിട്ട് പോകാൻ പറ്റിയ നല്ല ഒരു പൊട്ടറ്റോ റൈസാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ റെസിപ്പിയിലേക്ക് കടന്നാലോ? ആദ്യം നമ്മളൊരു പാന് ചൂടായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം ക്രിസ്പി ആവുമൊന്നും വേണ്ട. അതേ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മളതെല്ലാം വറുത്ത് കോരി മാറ്റി വയ്ക്കുക. വേറൊരു പാന് വെച്ചതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്താൽ ആ എണ്ണ തന്നെ എടുത്തിട്ട് 2 സ്പൂൺ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കടുകും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് ഒന്ന് പൊട്ടിക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു പച്ചമുളക്, കാരണം ഞാൻ കുട്ടിക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ, കാരണം ഒത്തിരി എരിവ് അവൾക്ക് പറ്റാത്തതുകൊണ്ട്. ദെൻ അതിട്ട് ഒന്ന് മൂത്ത് വരുന്ന ശേഷം നമ്മൾ സവോള അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്താൽ മതി, ഒത്തിരി ഒന്നും ആവശ്യമില്ല. ദെൻ അത് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂട്ടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ചുപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാല ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കണം. ആ മസാലയായിട്ട് ഉരുളക്കിഴങ്ങ് നന്നായി മിക്സായി വന്നതിന് ശേഷമാണ് ഇതിൽ നമ്മൾ റൈസ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസാണ് ചേർക്കുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള റൈസ് ചേർക്കാം. ബിരിയാണി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പൊന്നിയരിയോ അല്ലെങ്കിൽ ഉണ്ട മസൂരിയോ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. അതിട്ടതിന് ശേഷം മുകളിൽ കുറച്ച് കറിവേപ്പിലയും വിതറി മല്ലിയിലയും വിതറി കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടറ്റോ റൈസ് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.